2 ദിവസം മക്കളെ, 2 ദിവസം. ഇനി നിങ്ങളുടെ മുന്നിൽ, നമ്മുടെ +2 കുട്ടികളുടെ മുന്നിൽ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ എന്തിലേക്ക്, മോഡൽ എക്സാമിലേക്ക്. നിങ്ങളുടെ പബ്ലിക് എക്സാം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ പരിചയപ്പെടുത്തുന്ന ഒരു എക്സാം ആണ് നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ 3 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ മോഡൽ എക്സാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ പബ്ലിക് എക്സാം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പബ്ലിക്കിന്, ഏതാണ് മോഡലിന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോട്ട് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മുന്നിൽ എന്താ ഉള്ളത്, ഇനി മുന്നിൽ 2 ദിവസമുള്ളൂ. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ പഠിച്ചില്ല സാർ, പഠിക്കാൻ പറ്റുന്നില്ല സാർ. അപ്പൊ ഇനി എങ്ങോട്ട് 2 ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഈ ഫുൾ മാർക്കിലേക്ക് എന്നുള്ള പറഞ്ഞ സാധനം നമ്മൾ ഇവിടെ നിർത്തുക. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഫുൾ മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞത് അത്ര പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ 2 ദിവസം കൊണ്ട്, അല്ലെ മിനിമം നമ്പർ ഓഫ് ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഒരു മുൻഗണന, അല്ലെ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് എപ്പോഴും എന്താണ്, നമ്മളെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിനാണ്. കാരണം 4 വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ 4 വെറും 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുള്ള ഒരു 50% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള 4 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ ആണ് നമ്മുടെ എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഏതൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അകത്തുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ് അല്ലെ. സോ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ. സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ്, നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഈ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് നല്ല രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. സോ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് 2 ആൾക്കാരുണ്ട് അല്ലെ. ഒന്നേത് ഒപ്റ്റിക്സ് ആണല്ലോ, നമുക്ക് റേ ഒപ്റ്റിക്സ് ഉണ്ട് അല്ലെ. ദ കിങ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ +2 ചാപ്റ്റേഴ്സിലെ ഏറ്റവും വലിയ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത നമുക്ക് ഏതാണുള്ളത്, വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അല്ലെ. സോ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതും എന്താണ്, ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ചാപ്റ്റർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പബ്ലിക് എക്സാമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പബ്ലിക് എക്സാമിന് ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്. അതിന് ഈ ഒരു പ്ലാൻ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുന്നിലുള്ള മോഡൽ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു പോയി നോക്കിയേ, നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് മാക്സിമം ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ എഗെയിൻ പറയുന്നു, ഫുൾ മാർക്കിലേക്കുള്ള പാത്തല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള പാത്താണ്. റെഡി അല്ലേ? അപ്പൊ ഈ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ 4 ചാപ്റ്റർ നല്ല സ്ട്രെസ് കൊടുത്ത് ഇനിയും പഠിക്കാത്ത, ഇനിയും ഒരുപാട് പഠിക്കാത്ത മക്കളുണ്ട്, എന്ത് ചെയ്യുക, ഇനി മുന്നോട്ടേക്കുള്ള ആ ഒരു സ്ട്രെസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇനി മുന്നോട്ടേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മാരത്തോൺ ഒക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾ ഡെറിവേഷന്റെ സെഷൻ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. സോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് നമ്മൾ 21-ാം തീയതി 9 മണിക്ക് പോയ ലൈവിന്റെ നമ്മൾ കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടുവെക്കുക. ഓക്കെ, സമയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി നിങ്ങൾ കാണാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ നാളത്തെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈകിട്ട് 3 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന്. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. മോഡലാന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യേണ്ട, ലൂസാക്കി വിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വിചാരിച്ചോളൂ, നമ്മുടെ കൂടെ നിൽക്കുക. സോ നാളെ കൃത്യം 3 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, ഫ്രണ്ട്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, കാണാം.